ഇന്ദ്രന്റെ വാൾ നമ്മുടെ തീരദേശങ്ങൾക്ക് സംരക്ഷണമേകുവാൻ പോകുന്നു. എന്തെങ്കിലും ആക്രമണം ഉണ്ടായാൽ കരുത്തുറ്റ തിരിച്ചടികൾ കൊടുക്കുവാൻ ഒരു ഇന്ദ്രന്റെ വാൾ തയ്യാറാകുന്നു എന്ന് പറഞ്ഞാൽ സത്യം തന്നെയാണ്. കാരണം INS തമാൽ കമ്മീഷൻ ചെയ്തിരിക്കുന്നു. റഷ്യയിൽ വെച്ചാണ് INS കമാൽ കമ്മീഷൻ ചെയ്തിരിക്കുന്നത്. ഇത് INS ഇന്ത്യൻ നേവിയുടെ ഭാഗമാകുന്ന ഈ യുദ്ധക്കപ്പലിന് INS തമാൽ എന്ന് പേരിടാൻ കാര്യം ഇന്ദ്രന്റെ, അതായത് ദേവരാജാവായ ഇന്ദ്രന്റെ ഒരു ശക്തമായ വാളാണ് ഈ തമാൽ എന്ന് പറയുന്നത്. അതിന്റെ ഒരു പേര് വെച്ചിട്ടാണ് പേരിട്ടത് എന്നാണ് വിവരം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാവികസേനയ്ക്കും തീരദേശ സേനയ്ക്കും കരുത്തു പകരാൻ INS തമാൽ എന്ന് പറയുന്ന ഒരു കപ്പൽ കൂടി എത്തിയിരിക്കുന്നു. ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇത് റഡാറിനെ കബളിപ്പിക്കുവാനും ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യുവാനും ടേക്ക് ഓഫ് ചെയ്യുവാനും അങ്ങനെ നിരീക്ഷണം ശക്തമാക്കുവാനും സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലായ ബ്രഹ്മോസിന്റെ തൊടുക്കുവാനും കരയിലെയും ആകാശത്തും കടലിലുമുള്ള ലക്ഷ്യങ്ങൾ ഒരേ സമയം ആക്രമിക്കുവാനും പിന്നെ ഒട്ടേറെ റഡാറുകളെ കബളിപ്പിക്കുവാനുള്ള സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യ, അങ്ങനെ ഒട്ടേറെ പ്രത്യേകതകളുണ്ട് നമ്മളുടെ ഈ കപ്പലിന്. അതിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. കഴിയുമെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതായത് ഇന്ത്യയും റഷ്യയും സംയുക്തമായി വികസിപ്പിച്ച INS തമാൽ റഷ്യയിൽ വെച്ച് കമ്മീഷൻ ചെയ്തിരിക്കുന്നു. അതായത് ഇന്ത്യയുടെ യുദ്ധക്കപ്പലാണ്. റഷ്യയിലെ കലിൻഗ്രാഡിൽ വെച്ചായിരുന്നു നമ്മുടെ INS കമാലിന്റെ കമ്മീഷൻ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അവസാനമായി വിദേശത്ത് നിർമ്മിക്കുന്ന ഇന്ത്യയുടെ ഒരു യുദ്ധക്കപ്പൽ ആയിരിക്കും INS തമാൽ ആണെന്നാണ് വിലയിരുത്തൽ. കാരണം ആത്മനിർഭർ ഭാരത് പദ്ധതിയിൽപ്പെടുത്തി ഇനിയുള്ള എല്ലാ യുദ്ധക്കപ്പലുകളും ഇന്ത്യയിൽ തന്നെ തദ്ദേശീയമായി വികസിപ്പിക്കാനാണ് തീരുമാനം എന്നാണ് അറിയുന്നത്. ഇത് ഇന്ത്യൻ സേനയ്ക്ക് ഒരു കരുത്ത് കൂട്ടും എന്ന് തന്നെയാണ് പറയുന്നത്. ഇന്ത്യയും റഷ്യയും തമ്മിൽ പതിറ്റാണ്ടുകളായി തന്നെ വളരെയേറെ സൗഹൃദത്തിലാണ്. നാം ഇന്ന് ഉപയോഗിക്കുന്ന പല ആയുധങ്ങളും റഷ്യയുടെ പക്കൽ നിന്ന് വാങ്ങിയതോ നാം റഷ്യയുമായി സംയുക്തമായി വികസിപ്പിച്ചതോ പലതുമാണ്. 1971 ഇന്ത്യ പാക് യുദ്ധത്തിലടക്കം റഷ്യ അമേരിക്ക പോലും ഇന്ത്യക്കെതിരായപ്പോൾ റഷ്യയാണ് നമ്മളെ സഹായിക്കാൻ എത്തിയതെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അതേപോലെ തന്നെ നമ്മുടെ സൂപ്പർ സോണിക് മിസൈൽ ബ്രഹ്മോസിന്റെ നിർമ്മാണത്തിൽ റഷ്യയും ഇന്ത്യയും തമ്മിൽ സംയുക്തമായാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇന്ത്യയിലെ ബ്രഹ്മപുത്രയും റഷ്യയിലെ മോസ്കോ നദിയുടെയും പേരുൾപ്പെടുത്തിയാണ് ബ്രഹ്മോസ് എന്ന പേര് തന്നെ നൽകിയിരിക്കുന്നത് എന്നാണ് വിവരം. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആയ വിവരങ്ങളാണ്. അല്ലാതെ ഇത് ക്ലാസിഫൈഡ് ആയോ രഹസ്യ സ്വഭാവമുള്ള യാതൊരു വിവരങ്ങളും ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നില്ല എന്ന് തന്നെയാണ് സത്യം. അപ്പോൾ നമുക്ക് കുറച്ച് INS തമാലിന് കുറച്ച് പ്രത്യേകതകളുണ്ട്. നമുക്ക് അതിനെ പരിശോധിച്ചാലോ. ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലുകൾ മാത്രമല്ല, ഭാരമേറിയ ടോർപിഡുകൾ പ്രയോഗിക്കാനും വഹിക്കുവാനും INS തമാലിന് കഴിയും. ഹെലികോപ്റ്റർ ലാൻഡിങ്ങിനും ടേക്ക് ഓഫിനുമുള്ള ഒരു പ്രത്യേക നിർമ്മാണ രീതിയിലുള്ള ഒരു ഡോക്കാണ് ഈ കപ്പൽ നിർമ്മിച്ചിരിക്കുന്നത് കൊണ്ട് കരയിലും ആകാശത്തുമുള്ള എല്ലാ നിരീക്ഷണങ്ങൾക്കും പ്രത്യാക്രമണങ്ങൾക്കും വളരെ വേഗം കഴിയുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. അത് മാത്രമല്ല, മണിക്കൂറിൽ ഏകദേശം 50 കിലോമീറ്റർ വേഗതയിൽ കപ്പൽ സഞ്ചരിക്കും. അതായത് 30 നോട്ടിക്കൽ മൈൽ വേഗതയിൽ കപ്പൽ സഞ്ചരിക്കും. ഈ റഡാറുകളെ കബളിപ്പിക്കുവാനായി സ്റ്റെൽത്ത് മൾട്ടി റോഡ് മോഡലുകളാണ് ഇതിൽ നിർമ്മിച്ചിരിക്കുന്നത്. അതായത് ഇത് റഡാറുകളെ കബളിപ്പിക്കുവാനും ഈ കപ്പലിന് കഴിയും എന്നുള്ളത് ഇതിന്റെ വളരെയേറെ വലിയൊരു പ്രത്യേകതയാണത്. അതായത് അറബിക്കടലിലും കറാച്ചി തുറമുഖത്തെ നിരീക്ഷിക്കാൻ ആവശ്യമായ ഇന്ത്യയുടെ പശ്ചിമ നാവിക കമാൻഡിലാണ് INS തമാൽ കമ്മീഷൻ ചെയ്തിരിക്കുന്നത് എന്നാണ് വിവരം. അത് നമ്മളുടെ ഒരു പശ്ചിമ നാവിക കമാൻഡിനെ വളരെയേറെ ശക്തമാക്കും എന്നതാണ് എക്സ്പേർട്സിന്റെ വിവരം. ഇന്ത്യൻ നാവികസേനയ്ക്ക് വേണ്ടി വികസിപ്പിക്കുന്ന രണ്ടാമത്തെ തുഷീൽ ക്ലാസ് യുദ്ധക്കപ്പലാണ് INS തമാൽ. റഷ്യയുടെ ക്ലിവാക് ക്ലാസ് യുദ്ധക്കപ്പലുകൾ അനുസ്മരിപ്പിക്കുന്ന അടിസ്ഥാനമാക്കിയാണ് ഈ കപ്പൽ നിർമ്മിച്ചിരിക്കുന്നത്. അതിശൈത്യത്തിൽ ഉൾപ്പെടെയുള്ള കാലാവസ്ഥയിൽ ഇത് പരിശീലനവും മറ്റു പരീക്ഷണങ്ങളും പൂർത്തിയാക്കിയതുകൊണ്ട് ഇത് വളരെയേറെ ഗുണകരമായിരിക്കുമെന്നാണ് പറയുന്നത്. അതൊക്കെ കഴിഞ്ഞിട്ടാണ്, ഇത്തരം പരീക്ഷണങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് കപ്പൽ കമ്മീഷൻ ചെയ്തിരിക്കുന്നത്. ഏകദേശം ഇന്ത്യയുടെയും റഷ്യയുടെയും സംയുക്ത ഇതായിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഈ കപ്പൽ 39,000 ടൺ കേവ് ഭാരവും 125 മീറ്റർ നീളവുമാണ് കപ്പലിനുള്ളത്. കരയിലും ആകാശത്തും സമുദ്രത്തിലുമുള്ള ലക്ഷ്യങ്ങൾ ഒരേ സമയം ആക്രമിക്കാൻ ഈ കപ്പലിന് കഴിയും എന്നുള്ളത് ഇതിന്റെ പ്രത്യേകത തന്നെ. നമ്മുടെ രാജ്യം ഇനിയുള്ള യുദ്ധ കപ്പലുകളെല്ലാം തദ്ദേശീയമായി നിർമ്മിക്കാനാണ് പോകുന്നത്. ഏതായാലും ഇന്ത്യ ഈ സാങ്കേതിക വിദ്യയിൽ ഇന്ത്യ കൈവരിക്കുന്ന നേട്ടങ്ങളൊക്കെ ഓരോ ഭാരതീയനും ഓരോ ഇന്ത്യക്കാരനും നമ്മൾക്ക് അഭിമാനിക്കാവുന്ന കാര്യമാണ്. അത് മാത്രവുമല്ല, വിദേശാക്രമണങ്ങളിൽ നിന്ന് ചെറുക്കുവാൻ വേണ്ടി നമ്മളുടെ നാവികസേനയെ ശക്തിപ്പെടുത്തേണ്ടത് ഈ കാലഘട്ടത്തിന്റെ തന്നെ ആവശ്യമാണ്. ആയതുകൊണ്ട് തന്നെ അത് മാത്രമല്ല, നമ്മൾക്ക് മറ്റുള്ള പ്രകൃതി ദുരന്തങ്ങൾ അല്ലെങ്കിൽ കപ്പൽ രക്ഷകൾ അല്ലെങ്കിൽ എന്താ പറയുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ
എല്ലാത്തിനും ഇന്ത്യൻ നേവിയുടെ സഹായം എത്താറുണ്ട്. ആ അത്തരത്തിലുള്ള രീതികൾ എല്ലാത്തിനും വേണ്ടി നമ്മുടെ നാവികസേന ശക്തിപ്പെടുത്തേണ്ടത് വളരെയേറെ ആവശ്യമാണ്. നമ്മൾ ഒരു ആദ്യം അങ്ങോട്ട് പോയി ആക്രമിക്കുന്ന ഒരു രാജ്യമൊന്നുമല്ല. പക്ഷേ നമ്മളെ ആക്രമിച്ചാൽ ഉറപ്പായും നാം തിരിച്ചടിച്ചിരിക്കും, അതിനുവേണ്ട മാർഗങ്ങൾ സ്വീകരിച്ചിരിക്കും, കൃത്യമായി പ്രതിരോധിച്ചിരിക്കും. അതിനുവേണ്ടിയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ നാവികസേനയിൽ വീണ്ടും വീണ്ടും വരുന്നത്. ഏകദേശം 21,000 കോടി രൂപയുടെ കരാറാണ് റഷ്യയുമായി നാം ഇതിനുവേണ്ടി ചിലവഴിച്ചിരിക്കുന്നത്. ഏതായാലും മികച്ച ഒരു രീതിയിൽ പെർഫോം ചെയ്യാൻ നാവികസേനയിൽ INS തമാലിന് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ കാണാമെന്ന വിശ്വാസത്തോടെ എല്ലാവർക്കും ബൈ.